തന്ന ചായ കുടിക്കാൻ അവര് പറഞ്ഞാന്ന് ഉടക്കിട്ട് വന്ന പിന്നെ ചായ കുടിച്ചിട്ട് എന്തായാലും നമുക്ക് ഇഷ്ടമല്ലാത്തടത്തുനിന്ന് ചായ എന്ത് ഇഷ്ടക്കേട് 10-7 പൊരുത്തം കേടെ കിട്ടല് തിരുവോണം ഉത്രട്ടാതി എന്താ കുറവുണ്ടാ തെറ്റല്ലേ തിരുവോണം ഉത്രട്ടാതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എപ്പെങ്കിലും 10-7 എന്താ കുടിക്കാൻ വേണ്ട 2 വെള്ളം തൊട്ടല സോഡ അത്യാണോ എനിക്ക് സോടൊന്നും വേണ്ട ജീവിതം ഒത്തിരിക്കുന്ന ആൾക്ക് നീ സോട എവിടെ പോയി ഏയ്ന്നാ ഇവര് പെണ്ണ് കാണാൻ പോയത് 24-ാമത്തെ നമ്മൾ അരുക്കുറ്റി ഗോഡൌൺ ഇല്ലേ അരുക്കുറ്റി ഗോഡൌൺ അതിന്റെ അപ്പുറത്തെ വീട് എല്ലാം സെറ്റായത് അതെ ഇവരെന്തോ പിടിച്ചിട്ട് ഇഷ്ടായില്ല നമ്മുടെ മനസ്സിൽ ഒരു രൂപം ഉണ്ടല്ലോ ഈ ഉണ്ണിച്ചേട്ടൻ കൊണ്ടുപോയി കാണിക്കണ ഒക്കെ ചട വന്ന സാധനം നല്ല പ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ മോളുടെ കല്യാണം അതെങ്ങനെ ഉണ്ടായി പെയിന്റ് പണിക്ക് വന്നതാ സുഗതനെ ഓനാ പായൽ ഇങ്ങനെ ചുരണ്ടി നിക്കണ കൂട്ടത്തിൽ ഓളയും ചുരണ്ടി അവളെന്റെ കൂടെ പോയി അവര് തമ്മിൽ ഒരു മാച്ചില്ല ഒരു മാച്ചും ഇല്ലാന്ന് നല്ല പ്രായം ഉണ്ടെന്നാണ് സുധേട്ടൻ അല്ലേ എന്നൊക്കെ ഒരു 5-6 വയസ്സ് കുറവുണ്ടാവും അത്രേ ഉള്ളൂ അയ്യോ പിണ്ണാ അതാ ഉണ്ണിയേട്ടാ ഞാൻ പറഞ്ഞത് നമ്മള് കല്യാണം കഴിക്കാൻ നേരത്ത് നമ്മളെ രണ്ടുപേരെയും കൂടി കാണുമ്പോ പെണ്ണിനെയും ചെക്കനെയും കൂടി കാണുമ്പോ ആളുകൾക്ക് ഒരു മാച്ച് തോന്നണം ഇപ്പൊ ഇത് കണ്ട സ്വന്തം അച്ഛനാണ് ഇതിന് പറയണത് എത്ര പെണ്ണിനാ കാണിച്ചു കൊടുക്കും അവന് പറ്റണതേ ചെയ്യാവൂ ഇല്ലാത്ത ചെയ്യരുത് ഈ ഉണ്ണിയേട്ടന്റെ കയ്യിലുള്ള എല്ലാ കേസുകളും ചട വന്ന പോലെ തന്നെ ഇപ്പൊ കണ്ടത് ബിഗ് വെച്ചിട്ട് നിൽക്കുന്നു പെണ്ണ് അതിനെ ഞാൻ കെട്ടണമെന്ന് അതുകൊണ്ട വിഗ് എന്ത് മോശം വിഗ് മോശമൊന്നുമല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ അച്ഛൻ തരുമെന്ന് നീളത്തിലും മുടി വെക്കാൻ എന്താ പറയണ്ടത് ഞാൻ പറഞ്ഞില്ല സത്യട്ടാ എനിക്ക് അയാളുടെ മോളെ പോലത്തെ ഒരു പെണ്ണിനെയാണ് വേണ്ടത് അറിയൂലേ ആളറിയൂലേ എന്റെ ദൈവമേ എന്റെ ദൈവമേ ഉണ്ണിയേട്ടാ നോക്കിയേ ആളുകൾ ഫോട്ടോ എടുക്കാൻ നോക്കിയേ ഉണ്ണിയേട്ടാ ആളറിയൂലേ ലെറ്റൂസ് വ്ളോഗില്ലേ ആരോമലും ലക്ഷ്മിയും വ്ളോഗ് ചെയ്യണത് ഭയങ്കര ഫേമസ് അല്ലേ എനിക്ക് താല്പര്യമൊന്നുമില്ല അത് പുള്ളിയുടെ മോളാണ് ലക്ഷ്മി ഉണ്ണിയേട്ട ഒരു ഫോട്ടോ എടുക്കാണല്ലോ എല്ലാം മരുമോനായിട്ട് ജനിക്കാൻ പറ്റിയെങ്കിൽ എന്റെ സത്യേട്ടാ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി ആളൊക്കെ മനസ്സിലായി അതാണ് ഒരു വെറുപ്പ് പോലെ അടിപൊളിയല്ലേ അടിപൊളി കേട്ടോ സന്തോഷം അയ്യോ മന്മേട്ട എപ്പോഴും ഇവിടെ എത്തേണ്ടെന്നറിയാം വഴിയിൽ ഫോട്ടോ ലച്ചുവിന്റെ അച്ഛൻ സുധേട്ട മനസ്സിലായില്ലേ എന്റെ ഒരു പ്യാരി എന്തും ചെയ്യും അങ്ങനെ ആവണം നമ്മളെ പുതിയ ചെറുപ്പക്കാർ അങ്ങനെ ഞാൻ എപ്പോഴും കാണും ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടാലേ വീട്ടിലും എല്ലാവർക്കും ഇത് കാണാത്ത ആരോ ഉള്ള അതെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നില്ലേ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അത് ഗംഭീര ഷേവ് ചെയ്യണത് മറ്റേ പുതിയ റേസർ വാങ്ങിയിട്ട് എങ്ങനെയാണ് ഷേവ് ചെയ്യണ ഒരു വീഡിയോ ചെയ്ത് എന്റെ സത്യം ഒരു ഫോട്ടോ എടുക്കാൻ സൗദി സ്തുതിയാ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് സൗദി എന്നുള്ള പേരാണ് ഇല്ലാതെ ഈ സ്തുതീന്ദ്രൻ എന്നൊക്കെ വിളിക്കാൻ അതൊക്കെ ഒരു രാജ്യത്തിന്റെ പേര് സൗദി. ഞാനിപ്പോ മന്മു എന്നാക്കി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്ക് എല്ലാവർക്കും വിളിക്കാൻ എളുപ്പം അതാ പറഞ്ഞ. അതുപോട്ടെ ഗോലി സോഡ ഉണ്ടോ? ഇല്ല, സാധാ സോഡ. ഇഞ്ചി ചായ ഉണ്ടോ? ഇഞ്ചി ഇല്ല, ഞാൻ പുരയെന്ന് വേണേ എടുത്തു കലക്കാം. അതേ നാരങ്ങ ചായ ഇല്ല. മസാല ചായ ഇതൊന്നുമില്ല, സാധാ ചായ ഉണ്ടോ ധർമ്മേട്ടാ? എന്റെ പൊന്ന് കൂട്ടുകാരാ, എന്റെ പൊന്ന് മോനെ, ഈ ലോക്കൽ ചായ മാത്രം വിറ്റ് നടക്കല്ലേ, ഇങ്ങനെയുള്ള ചായ കൊടുക്കുന്ന ആൾക്കാരിവിടെ വരണ്ടേ? ഇല്ല, നമുക്ക് വെപ്പിക്കാത്. അല്ല, ഞങ്ങള് ഒരു വ്ളോഗ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാ. അപ്പൊ നമുക്ക് ഇങ്ങനെ പൊട്ടണ ഗോലി സോഡ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ ഈ ഗോലി സോഡ ഇല്ല, നമുക്ക് സോഡ ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു ഗോലി പെറക്കിയിലിട്ടാ. അതായത് നമ്മളെ ഈ പുതിയ ജനറേഷനിലെ പിള്ളേര് പഴയ മറ്റേ ഗോലി സോഡ കുപ്പി കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കുമല്ലോ, കഴുത്ത് നീണ്ട കുപ്പി. അപ്പൊ അത് കുട്ടികളെ ആ ശബ്ദത്തിലൂടെ പൊട്ടിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞ് അത് ആരോമലും ലക്ഷ്മിയും കൂടെ ഇവിടെ വരുന്നു. അത് ചെയ്യാൻ വേണ്ടിട്ടാണേ. അല്ല, എന്തിനാ ഈ വഴിക്ക് ഇറങ്ങിയത്? ഈ കടയിൽ വെച്ചിട്ടൊരു വ്ളോഗ് ചെയ്യണം.
ഈ ചെക്കനെ ഒന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചിട്ടാണ് 10 ആള് വരണ്ടേ ഇവിടെ വെച്ചിട്ടാ അപ്പൊ ഇവിടെ ഇരുത്തൂല. ഇവിടെ ഇരിക്കണവരിരുന്നോ വേറെ ഇരിക്കാം, വേറെ കടകളുണ്ടല്ലോ അടുപ്പ് ഇരിക്കാം. സത്യേട്ടാ ഭാഗ്യമല്ലേ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൂടി കാണൂലേ. മോനെ സൗദി, നീ ഒരു കാര്യം ആലോചിക്കും, എന്നും ഈ കടലമുട്ടായി എള്ളുണ്ടായും കച്ചവടം ചെയ്തിരുന്നാ മതിയാ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ വീട്ടിനകത്ത് വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കണ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇതന്നെ ഇപ്പൊ നാട്ടുകാർ കണ്ടിട്ട് ഇരിക്കപ്പോറില്ല, ആകെ പൊട്ടിരിക്കുകയാണ്. അതെ അതെ സുഹൃത്തെ, ഇത് എല്ലാവർക്കും പറ്റൂല. ഇത് ലക്ഷക്കണക്കിന് പേരിൽ 1-2 പേർക്ക് ദൈവം അറിഞ്ഞു തരുന്ന ഒരു കഴിവാണ്. ഇത് കഴിവൊന്നുമല്ലടോ. പിന്നെന്താ താൻ ചെയ്യാത്ത? ഞാൻ തനിക്കെന്താ പറ്റാത്ത? സൗകര്യമില്ല എനിക്ക്. എന്താ തന്റെ കൂടെ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കാത്ത? എന്താ ഇതുപോലെ ഇപ്പൊ കാലിലൊന്ന് വീഴാത്തെ? എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ അതിൽ അസൂയപ്പെടരുത്. ആരോട് പറഞ്ഞാ ഞാൻ ആരോടും പറയും. അതാരോ ആവട്ടെ, ആ വീഡിയോ വീട്ടിൽ കാണുകയാണ്, വീട്ടിലത് കണ്ടിട്ട് അതിനനുസരിച്ച് ആൾക്കാർ പരിപാടി തുറന്ന. നിനക്ക് ഇതുമാതിരി കൾച്ചർലെസ് ആൾക്കാരുമായിട്ട് ഇടപെടാനേ പറഞ്ഞിട്ടുള്ളൂ. അതെ പറയണേ. പിന്നെ പറയാനും വേണ്ടോ? എന്ത് മര്യാദകേടാണ് സത്യമായിട്ട് ഈ പറയണ. ഒരു സെലിബ്രിറ്റിനോട് പറയുന്ന ഭാഷയാണ് ഇത്. എന്ത് സെലിബ്രിറ്റി? സെലിബ്രിറ്റി കാണിക്കുന്നു. ഒരു സെലിബ്രിറ്റി അവളുടെ ബുദ്ധിമുട്ട് ഇയാൾക്ക് അറിയില്ല. അറിയാത്തോണ്ടാണ് കഷ്ടപ്പെട്ട് ഞാനൊരു സെലിബ്രിറ്റി ഇതുവരെ വന്നത്. ഇത് കഴിവൊന്നുമല്ല, ഞാൻ ശപിക്കുകയാണ്. നിങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് ശപിക്കുകയാണ്. താനും തന്റെ കുടുംബവും എന്താ ലെച്ചൂസ് ബ്ലോഗിന് അടിമയാവും. നീ എന്റെ കുടുംബം തിന്നണത് മുള്ളണതും തൂറണത് മുഴുവനും വീഡിയോ ആക്കിയിട്ടിട്ട് അതൊക്കെ കണ്ടിട്ട് നാട്ടുകാർക്ക് ഭ്രാന്തായിരിക്കും. ഭ്രാന്തായവരെ ഭ്രാന്താശുപത്രി കൊണ്ടുവരോ? പിന്നല്ല എടാ സൗദി, നീയും നിന്റെ കടയുണ്ടല്ലോ, നീയൊക്കെ തന്ത വൈബി കിടക്കുള്ളൂ. ഒരിക്കലും തന്നപോലെ ഇങ്ങനെയുള്ള തന്തമാരെ പിടിച്ചിരിക്കുകയാണ്. എന്തൊരു കച്ചവടം നമ്മുടെ വന്നേരെ കച്ചറി കച്ചവടം പോലെ. ഒരു സെൽഫി എടുക്കാൻ മറന്നുപോയി. അവനെ എടുത്തിട്ട് പോ. നീ എടുത്തോ നീ എടുത്തോ. ഭ്രാന്തനാണത്. ഈ തന്തനോടൊന്നും കൂടല്ല. തന്ത വൈബ് കേസുകൾ. സുഖം ചേട്ടാ, ക്ഷമിക്കാനൊന്നുമില്ല. ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യമുള്ളൂ. എനിക്കിതൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ഒരു 6 മാസമായിട്ട് ആ കുട്ടികളുടെ ഒരു ലെക്ചർ ബ്ലോഗ് അത് കാണാൻ തുടങ്ങിയതിന്റെ ശേഷം അവരെ പോലെ ഞാൻ ആവണമെന്ന് പറഞ്ഞ എങ്ങനെ? അത് ബാഹ്യമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ഇപ്പൊ അയൽപക്കത്തുള്ള ഒരാളെ പോലെ എന്തുകൊണ്ട് ഇയാളാവുന്നില്ല, അല്ലെങ്കിൽ അവരെ പോലെ നമ്മളെ സ്നേഹിക്കുന്നില്ല? അപ്പോ ബേസിക് കാരണം അവർക്ക് താങ്കളുടെ തിരക്കുകൊണ്ടായിരിക്കും. അവർക്ക് അവരെ കൃത്യമായിട്ട് സ്നേഹിക്കാനുള്ളൊരു സമയം താങ്കൾ കണ്ടെത്താത്ത അതിൻ്റെ ഒരു അഭാവം അതിനകത്തുണ്ട്. അവിടെയാണ് ഇത് തുടങ്ങുന്നത്. എങ്ങനെ മറ്റൊരാളെ കമ്പയർ ചെയ്ത് നോക്കുന്നതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അത് താങ്കൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മനഃപൂർവ്വം അല്ല. നമ്മള് എന്ത് ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്വാഭാവികമായിട്ട് ഈ വിവാഹം കഴിയുന്ന സമയത്തുണ്ടാവുന്ന നമ്മുടെ ഒരു അടുപ്പമുണ്ടല്ലോ, കുറെ കഴിയുമ്പോൾ ജീവിതത്തിൽ പിന്നെ നമ്മൾ ഈ പ്രകടനപരമായ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും, പ്രത്യേകിച്ചൊരു സ്നേഹം കാണിക്കലൊന്നും. അപ്പൊ ഇവർക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്നേഹം അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പല തിരക്കുകളിലും അവർക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് നമ്മളിപ്പോ സ്നേഹിക്കുന്നില്ല അങ്ങനെയല്ല. നമ്മള് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിൽ കുറെ കഴിയുമ്പോൾ അശ്രദ്ധരായി പോവാറുണ്ട്. നമ്മുടെ തിരക്കുകൊണ്ടായിരിക്കും. അപ്പൊ താങ്കളും അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. കുറച്ചും കൂടിയൊക്കെ അവരെ ചേർത്ത് പിടിച്ച്
ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്നാ മതി, അപ്പൊ പ്രശ്നമില്ല. ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നുള്ളതല്ല, അവരുടെ ഇഷ്ടങ്ങളും കൂടി മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ആ എന്തായാലും വൈഫിന് ഇങ്ങോട്ട് വിളിച്ചോളൂ. സൂതൻ ചേട്ടൻ കുറച്ചു നേരം ഒന്ന് അങ്ങോട്ട് മാറി, ഞാൻ ഒന്ന് അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വൈഫിന് ഇങ്ങോട്ട് വിട്ടോളൂ കേട്ടോ. ആ അയാള് വിളിക്കുന്നുണ്ട്. എന്തെന്ന് അയാള് വിളിക്കുന്നുണ്ട്, വേണോ ചെല്ലേ. വിളിക്കണ്ടെന്നോ? ആ വിളിക്കണ്ടെന്ന്, വേണോ ചെല്ലാം. ആ വരൂ വരൂ, ഇരിക്കും. പിന്നെ മണ്ടോദരിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈഫ് എന്ന് പറയണത് നമ്മൾ സിനിമയെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ വ്ളോഗിൽ കാണുന്ന പോലെയുള്ള അത്ര സുഖകരമായൊരു കാര്യമൊന്നല്ല. വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണല്ലോ. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ വേറെ വേറെ വ്യക്തികളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ രാഘവട്ടാ, ഇയാളെ ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് അയാള്. ഇവിടെ റൂമിലിരുത്തിയിട്ടൊന്നല്ല, ഇവിടെ ഒരു പാർക്ക് പോലെയാണ്. മേശയൊക്കെ വെച്ച് കസേരയൊക്കെ വെച്ച് അവിടെയും ഇവിടെയൊക്കെ ഷെഡ് കെട്ടിയിട്ടാണ്. പാർക്കിൽ പോണ പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇതെന്ത് ചികിത്സ ഇത്? ഇയാളെന്നെ വിളിച്ചിരുത്തിയിട്ട് ഓരോ ഉപദേശങ്ങൾ നടത്തിയിട്ട് ഭാര്യ പറഞ്ഞത് കേട്ട പോലെ നടക്കണമെന്ന്, അവള് പറയണ പോലെ കേട്ട് നടക്കണമെങ്കിൽ ഇയാളുടെ ഉപദേശം ഞാൻ കേൾക്കണം. ഇതൊന്നും ശരിയാവില്ലെന്നേ. ഇല്ലല്ലേ, ഇറങ്ങാറാവണല്ലോ. അവളെ വീണ്ടും വിളിച്ചിട്ടുണ്ട്, നന്നാക്കാനാവും. നന്നായത് തന്നെ. ശരി ശരി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അപ്പോ ഇനി മുതല് ഈ സിനിമയുടെയും ഈ വ്ളോഗിന്റെയും ഒന്നും അടിസ്ഥാനത്തിൽ ജീവിക്കാതിരിക്കുക കേട്ടോ. അതിന്റെ മുകളിൽ അതൊക്കെ കണ്ട് ഭ്രമിച്ചൊരു വിഷയങ്ങൾ വീട്ടിലുണ്ടാവണ്ട. നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവണമല്ലോ കേട്ടോ. അപ്പോൾ നല്ല രീതിയിലാവട്ടെ കേട്ടോ, നല്ലത് സംഭവിക്കട്ടെ, അങ്ങനെ ആവട്ടെ. ശരി, നമസ്കാരം. ആ സുരേഷേ, അടുത്ത ആളെ വിളിച്ചോളൂ കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ആരെ കൊണ്ടെങ്കിലും ഉപദേശിപ്പിച്ച് എന്നെ അങ്ങോട്ട് നന്നാക്കാന്നോ? അയാളെ കൊണ്ട് എന്നെ ഉപദേശിക്കാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഭർത്താവിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം പോലും. എനിക്ക് എന്താ പ്രശ്നം? നിങ്ങളല്ലേ ആവശ്യമില്ലാത്ത വഴക്കുണ്ടായിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതന്നെ നല്ലത്. ആരോമല് ആരോമല് ഞാൻ ഫോളോവർ ആട്ടോ. എല്ലാ വീഡിയോ കാണും. ലച്ചു വന്നില്ലേ? ലച്ചു വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നെ. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒപ്പാണല്ലോ ഉണ്ടാവാറ്. നമ്മൾക്ക് വരാൻ പറ്റിയില്ല. അതാ. എന്താ ഒരു സങ്കടം പോലെ? ഒന്നുമില്ല ചേച്ചി. അല്ല, ഈ ഡോക്ടറെ കാണുന്ന എന്തിനാ? ഡോക്ടറിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താ നിങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും നിങ്ങളെ പോലാവണം. രണ്ടുപേരും എന്ത് സന്തോഷായിട്ടാ ജീവിക്കണേ. ഇവിടെ ചിലരുണ്ട്. അല്ല, ഇപ്പൊ എന്താ പറ്റിയേ? ചേച്ചി, നിങ്ങള് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല ഞങ്ങളുടെ ജീവിതം. ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവളുടെ വീഡിയോ എടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാശ് മാത്രമല്ല, എന്റെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങളും അങ്ങനെയാണ് പോണത്. ഇവന്റെ ജോലി വരെ പോയി. വീട്ടിൽ അവളൊരു ഭക്ഷണം ഉണ്ടാക്കില്ല ചേച്ചി. ഭക്ഷണം മുഴുവൻ ഞാൻ ഉണ്ടാക്കണം. അവൾക്ക് അതിനൊന്നും സമയമില്ല. ചിലപ്പോ രാത്രി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പുലർച്ചയ്ക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ എന്നെ വിളിച്ചോണത്തും ഷൂട്ട് ചെയ്യാൻ തട്ടുകടയിൽ പോകണമെന്ന് പറയും. അപ്പൊ ഞാൻ നാളെ രാവിലെ ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോ പിന്നെ പൊക്കിലായി. പിന്നെ അവിടെ ഭയങ്കര ഭൂകമ്പ. ആകെ കൂടെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞാൻ. ഒരച്ഛനുണ്ട്, അയാൾ അതിലേറെ കഷ്ട. ഞാൻ വല്ലാതെ അവിടെ ഡിസ്റ്റർബ്ഡ് ആണ് ഇപ്പൊ അവള് പറയണത്
ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ദുബായിൽ പോയിട്ട് ബുർജ് ഖലീഫിൽ പോയിട്ട് ഷൂട്ട് ചെയ്യണം. എനിക്കറിയില്ല, പൈസ ഉണ്ടാക്കിയിട്ട് ഞാനാണേ. വല്ലാത്ത ഇറിറ്റേഷനിലാണ് ഞാനിപ്പോൾ. പുറത്തുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഞാനത് അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ടൊന്ന് മനസ്സ് തുറക്കാൻ വേണ്ടി കാണണം കണ്ടിട്ടൊന്ന് കാണുന്നത് നല്ലതാ, അല്ലെങ്കിൽ നമ്മുടെ സമനില തെറ്റിപ്പോകും. വിളിക്കുന്നുണ്ട്. അപ്പൊ ശരി ചേച്ചി, കാണാം. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വീർപ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. തുടർന്ന് ഞങ്ങൾ യോഗയൊക്കെ ചെയ്യും. പക്ഷെ ഇന്നൊന്നും നടന്നില്ല കേട്ടോ. ra ra ra